ദേവീക്ഷേത്രങ്ങൾ പ്രത്യേകമായി നടത്തി വരുവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാമരാവണ യുദ്ധവും രാവണവധവും. അപ്പോൾ ദേവി ദ്വാരികൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ച് വന്ന കഴുത്തറുത്ത് ആ മുടി തലയോടുകൂടി അറുത്തെടുത്ത് ചുറ്റിപ്പിടിച്ചിട്ട് തൻ്റെ പിതാവായ അച്ഛനത്ത് നിന്ന് പറയുകയാണ്, അച്ഛാ ഞാൻ ദ്വാരികൻ എന്നൊരു വലിയൊരു അസുരനെ നിഗ്രഹിച്ച് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ പരമശിവൻ പറയാണ്, മകളെ അതൊന്നും വലിയൊരു യുദ്ധമല്ല, അതിനേക്കാളും വലിയൊരു യുദ്ധമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചു. അതാണ് രാമരാവണ യുദ്ധം, രാവണവധം എന്ന് പറഞ്ഞു. അയ്യോ അതെനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ യഥാസ്ഥാനത്ത് ചെന്ന് പോയിരിക്കുക, ഞാൻ നിനക്ക് നിഴൽ നാടക രൂപമായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദേവീക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്തുണ്ടാകുവാനുള്ള പ്രധാന കാരണം. ഇത് ചെറുപ്പം മുതൽക്ക് തന്നെ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഞാനിത് പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ പൂർവികമായിട്ട് മുത്തച്ഛന്മാർ, അച്ഛൻ, ഇതിപ്പോൾ 15-16 തലമുറയോളം ആയിട്ട് ഞങ്ങൾ ഈ പാവക്കൂത്ത് അവതരിപ്പിച്ച് വരുന്നത്. തോൽപ്പാവക്കൂത്ത് നിഴൽ പാവക്കൂത്ത് എന്നാണ് പറയുന്നത്. തോൽപ്പാവക്കൂത്ത് എന്നും പറയുന്നത്. അത് ദേവീക്ഷേത്രങ്ങളിലാണ് കൂടുതലായും നടത്തി വരാറുള്ള ഒരു ആചാരാനുഷ്ഠാന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. മാൻതോലായിരുന്നു ഏറ്റവും ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. മാൻതോല് കിട്ടാത്തത് കാരണം കൊണ്ട് പിന്നെ കാളത്തോലായി. ഇപ്പോൾ ഇത് ആട്ടിൻതോലിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം ട്രൈസ് എടുത്തിട്ട് അത് ഒരു ഉളി തന്നെയല്ല 2-3 തലം ഉളി വെച്ചിട്ടാണ് അത് ആ ഓരോ ഷേപ്പിൽ നമ്മൾ കൊത്തിയെടുക്കുന്നതാണ്. പച്ചക്കളറിന് അമരയുടെ ഇല താറ് പിഴിഞ്ഞിട്ട് അതെടുക്കുക, ആ പച്ച കളറ്. പിന്നെ അമരനീലെന്ന് പറയും, നീല കളറിന്. ഇത് രാത്രിയിൽ സാധാ രാത്രി ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് ഇവിടുന്ന് കൊട്ടി മേളത്തോടു കൂടി അങ്ങോട്ട് പോയിട്ട് അപ്പോഴേക്കും അവിടെ വിളക്കൊക്കെ കത്തിക്കും. തേങ്ങയുടെ മുറിഞ്ഞ് അതിൽ എണ്ണ വയ്ക്കും, തിരി വയ്ക്കും, അത് കത്തിക്കും.